ഇടുക്കി ജില്ലയിൽ ചെറുതോണിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ചെറുതോണി നിൽക്കുന്ന സമയത്ത് ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ ഒരു പാലം കാണുന്നില്ലേ? അതാണ് ചെറുതോണിയിൽ അന്ന് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുമെന്ന് നമ്മൾ ഭയന്ന് അതിന് മുകളിലൂടെ വെള്ളം വരുന്ന കാഴ്ച പ്രേക്ഷകരെ കണ്ടതാണ്. ഒരു ദൃശ്യം പ്രേക്ഷകരെ കാണിക്കാം, അതിനുശേഷം ഈ നിൽക്കുന്ന കക്ഷിയെ പരിചയപ്പെടുത്താം. ആ ദൃശ്യവും ഈ നിൽക്കുന്ന കക്ഷിയും തമ്മിൽ മോനെ പേരെന്താ? സൂരജ്. തക്കുടു വിളിക്കൂലേ? തക്കുടു എന്ന സൂരജും ആ പാലവും തമ്മിലൊരു ബന്ധമുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അന്ന് പ്രളയത്തിൽ ഈ ചെറുതോണിയുടെ പാലത്തിലൂടെ ആ കുഞ്ഞിനെയും നെഞ്ചോട് വാരിപ്പിടിച്ചൊരു പോലീസുകാരൻ ഓടുന്നുണ്ട്. അന്നൊരു സന്നദ്ധ പ്രവർത്തകന്റെ കയ്യിൽ നിന്നാണ് ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത്. അന്ന് പോലീസുകാരൻ നെഞ്ചോട് മാറത്തടക്കി പിടിച്ച ആ കുഞ്ഞിനെ അറിയാമോ? ആ കുഞ്ഞാണ് ദാ ഈ നിൽക്കുന്ന കുഞ്ഞ്, തക്കുടു, നമ്മുടെ സ്വന്തം സൂരജ്. ഹലോ വല്ലോ അറിയാമോ? അന്ന് വണ്ട് നടന്ന കാര്യമല്ലോ? എന്തറിയാം? കുഞ്ഞായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ വല്ലോ? ചുമ്മാ പറയല്ലേ, ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ശരിക്കും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഓർമ്മ? ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പനിയായിരുന്നു. നേരത്തെ തന്നെ അച്ഛൻ വീട്ടിലേക്ക് വന്നപ്പോ എനിക്ക് ഭയങ്കര പനിയായതുകൊണ്ട് എന്നെ കൊണ്ടുവന്നു ഇങ്ങോട്ട്. നേരത്തെ തന്നെ കലേഷേട്ടനും എല്ലാരുമായിട്ട് ഇതാണ് കലേഷേട്ടൻ. അച്ഛൻ കലേഷന്റെ കൈ. കലേഷൻ എന്ത് ചെയ്തു? കുഞ്ഞിനെ എടുത്തു മറികടക്കാൻ ഞങ്ങള് അലാറം അടിച്ചുകൊണ്ടിരിക്കുവാണ് പ്രളയത്തിന്. അപ്പം ഡാം ഇങ്ങനെ ട്രിപ്പായിട്ട് തുറന്നു വിട്ടുകൊണ്ടേ ഇരിക്കുക. ചെറുതോണി പാലത്തിന്റെ അവിടെ ഏതാണ്ട് ഞങ്ങളുടെ മുട്ടപ്പം വെള്ളമുണ്ട്. കുഞ്ഞിനെ ഫിക്സ് വന്ന കൊച്ചിനെ ആയിട്ട് അക്കരെ വന്ന് ചെറിയ ഫിറ്റ്സ് ഉണ്ടായിരുന്നു, പനി ഉണ്ടായിട്ട് ഫിക്സ് മൂത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടി വന്നു. അച്ഛനും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഫയർഫോഴ്സ് എങ്ങനെയും ആശുപത്രി കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം. അതായത് ഇവിടെ വന്നപ്പം പാലത്തിന് വേണ്ടി വെള്ളം കയറിയിട്ട് അപ്പുറം കയറ് കെട്ടിയിട്ട് ആരും കടത്തി വിടില്ല. പോലീസിന്റെ നിരീക്ഷണത്തിലും ഇതിലായിരുന്നു. അവിടുന്ന് ഞങ്ങള് പോലീസിന്റെ റിക്വസ്റ്റ് ചോദിച്ച് അപ്പൊ തന്നെ വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഞങ്ങള് കുഞ്ഞിനായിട്ട് ഇക്കരെ കടന്ന് വണ്ടിയിലെ കുഞ്ഞിനെ ഏറ്റെടുത്തു. കനയകുമാർ എന്ന് പറയുന്ന NDRFന്റെ സേനാ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹം ഏറ്റെടുത്തു. കുഞ്ഞിനെ എത്രയും വേഗം ആശുപത്രി കൊണ്ടി ആക്കി. ആ ഒരു പ്രവർത്തനമൊക്കെ നാട് മുഴുവൻ നമ്മൾ അംഗീകരിച്ചു. തീർച്ചയായിട്ടും. മോനിപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. ഇതൊക്കെ അമ്മ അച്ഛനും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ആ ഫോട്ടോ ഇപ്പൊ നമ്മൾ കാണിച്ചു പ്രേക്ഷകരെ. കാണുമ്പോ ഇപ്പൊ എന്താ തോന്നുന്നേ? എനിക്ക് പേടിയോ തോന്നുന്നോ? ഇല്ല അല്ലേ? വെള്ളത്തെ പ്രളയത്തെ മുറിച്ചു വന്ന കുഞ്ഞാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പോലീസുകാരനെ പിന്നെ കണ്ടിട്ടുണ്ടോ? പോലീസ് അങ്കിളിനെ കണ്ടിട്ടില്ല? ആ അങ്കിൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അങ്കിളിന്റെ അടുത്ത് എന്താ പറയണേ? ഇപ്പൊ നന്ദിയുണ്ട്, എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. അത് കേരളം മുഴുവൻ ഒരുമിച്ചുണ്ടായിരുന്നു. താങ്ക് യു മോനെ, നന്നായി പഠിക്കുക. എന്താവാനാ ഇഷ്ടം ഭാവിയിൽ? എനിക്ക് ഒരു സോൾജർ ആവണം, ഒരു ഫൈറ്റർ ആവണം അല്ലേ? ഇതേപോലെ പ്രളയമൊക്കെ വരുന്ന സമയത്ത് തൂങ്ങി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി ഇതേപോലെയുള്ള സൂരജ്മാരെ രക്ഷിച്ചുകൊണ്ട് പോകുന്നൊരു സോൾജർ ആവണം അല്ലേ? അടിപൊളി അല്ലേ? അപ്പൊ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് നമ്മുടെ സൂരജിന്റെ തക്കുടുവിന് ആഗ്രഹം. ഓക്കെ മോനെ, രാവിലെ കാപ്പി പിടിച്ചു? ഉഷാറാണ് അല്ലേ? ഓക്കെ, താങ്ക് യു മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കൈലേഷ്, നന്ദി, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കാര്യം ഓർമ്മിപ്പിച്ചത് ഇതാണ് ചെറുതോണിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമസ്കാരം ചേച്ചി. നമസ്കാരം. രാവിലെ എന്താ പരിപാടി? രാവിലെ ആശുപത്രി ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, കൊടുത്തിട്ട് വന്നു. ആശുപത്രി ഫുഡ് കൊടുക്കലോ? ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് 2019 മുതൽ പ്രഭാത ഭക്ഷണം കൊടുത്തു വരുന്നുണ്ട്. എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോയി കൊടുത്തിട്ട് വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി പോയേക്കോ. കിടപ്പൂരൊക്കെ എന്താ ചെയ്യുന്നത് ഇവിടെ? ഇവിടെ ഒരു ഇവിടെ ഈ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കുന്നു അല്ലേ? എന്താ പരിപാടി? ഞാൻ പഠിക്കുക. എന്ത് പഠിക്കുന്നു? പ്ലസ് ടു. ഓക്കെ. ഇവിടെ എന്താ മൊത്തത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം? ഇലക്ഷനൊക്കെ അല്ലേ, അതിന്റെ ഭാഗമായിട്ടുള്ള ചൂടുണ്ടോ? ഫൈറ്റ് ഉണ്ടോ? ആർക്കാ സാധ്യത? UDF തന്നെ. സാധ്യതയുണ്ട്. നമസ്കാരം. സന്നദ്ധ പ്രവർത്തനത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഓക്കെ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഓക്കെ, പിന്നെ ഉഷാറാണ് കാര്യങ്ങൾ? ഉഷാറാണ് അല്ലേ? പ്രളയം ബന്ധപ്പെട്ടുകൊണ്ട് ഒരാള് ഞങ്ങളെ സഹായിച്ച പറയപ്പെട്ട റോഷിയാണ്. അപ്പൊ ഞങ്ങളിന്ന് ഒരു 4 കൂടിയാണ് ഇവിടെ ഉരുളുപൊട്ടി 6 പേര് മരിക്കുന്നത്. തൊട്ട് എന്റെ അടുത്തുനിന്ന് ഒരു 50 മീറ്റർ അകലത്തിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത്.
അന്ന് പ്രിയപ്പെട്ട റോഷി അന്ന് കൂടത്തിൽ നിന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജനതയ്ക്കും ഈ നാടിനും മറക്കാൻ പറ്റത്തില്ല. അത്ര മാത്രം രീതിയിൽ റോഷി ഇത്തവണ കയറി വരുമെന്നാണ്. തീർച്ചയായിട്ടും റോഷി അല്ലാതെ മറ്റാര്, ഇടുക്കി റോഷി തന്നെയാണ്. എന്താ അഭിപ്രായം? റോഷി കൃഷ്ണൻ സാധ്യതയുണ്ടെന്നാണ്. നമസ്കാരം ചേച്ചി, എങ്ങോട്ട് പോകാൻ ഇറങ്ങി? ഞാനിവിടെ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? എവിടെ ജോലി ചെയ്യുന്നത്? ഇവിടെ DTPCയിലാണ് ജോലി ചെയ്യുന്നത്. എന്താ സാധ്യത? റോഷിക്കോ റോയിക്കോ? എന്താ സാധ്യത? എന്താ അങ്ങനെ പറയുന്നത്? ജയിക്കും. എന്താ കാര്യം? നല്ല പ്രവർത്തനം. നല്ല പ്രവർത്തനമാണോ? ഒരു ടോയ്ലറ്റിൽ എന്നൊക്കെ പറയുന്നു, ശരിയാണോ? ടോയ്ലറ്റ് ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോ താൽക്കാലികമായിട്ടുണ്ട്. പിന്നെ അത് ടോയ്ലറ്റ് വേണ്ടേ? വേണം അല്ലേ? ശരിക്കും വേണം അല്ലേ? ഒരു ടോയ്ലറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ ഉണ്ട്. ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ. നമസ്കാരം. നമസ്കാരം. ഈ വാർഡ് താങ്കളുടെ വാർഡാണ്? എന്റെ വാർഡാ. അല്ലേ? അതെ അതെ. ഓക്കെ. 11ാം വാർഡ്. ഈ വാർഡ് ടൗൺ വാർഡ്. ഇത് രണ്ടും കൂടെ അതിന് തിരിയുന്നതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വാർഡ് മെമ്പറും ഉണ്ടോ? ഇത് 2 വാർഡ് മെമ്പറാണോ? 2 വാർഡ് മെമ്പർ. നിങ്ങൾ ഏത് പാർട്ടിയാ? LDF. ഇതേത് വാർഡാ? ഞാൻ UDF. ആണോ? 2 വാർഡ് മെമ്പർമാരുണ്ട്. കക്ഷിക്ക് ചെറിയൊരു പരിമിതി അല്ലേ? എത്ര ശതമാനം പരിമിതി ഉണ്ട്? ഒരു 70% മേലെ പരിമിതിയുണ്ട്. എങ്കിൽ പോലും ജനങ്ങൾ തന്നെ ഏറ്റെടുത്തു. ചെങ്കോട്ട എന്ന് പറയുന്ന കടം നമ്മൾ പൊളിച്ച് ഇത് UDF വേണ്ടിയിട്ട് 412 വോട്ടുകൾ ഭൂരിപക്ഷം നേടിയിരുന്നത് തിരിച്ചു പിടിച്ചു. 112 വോട്ട് മാത്രം ഉണ്ടായിരുന്നു. UDF തിരിച്ചു പിടിച്ചു. 5 വോട്ടിന് ജയിച്ചിട്ടുള്ളത് 412 വോട്ടിന് ഭൂരിപക്ഷം തിരിച്ചടിച്ചു. അപ്പൊ ആ ഒരു അവസ്ഥ തന്നെ ഇവിടെ റോഹിക്ക പോലീസിനുണ്ടാവും. ഗ്യാരണ്ടി റോയി ജയിക്കും. ഗ്യാരണ്ടി റോയി ജയിക്കുമോ? ജയിക്കും. നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇടുക്കി നടത്തിയിട്ടുണ്ട്. നിരവധി വികസന. പക്ഷേ ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ലാന്നാണ് നാട്ടുകാർ പറയുന്നത്. ടോയ്ലറ്റ് നമ്മൾ ബസ് സ്റ്റാൻഡ് അനുസരിച്ച് പണിതിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യാത്തതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥലം വിട്ടു തന്നില്ല. നമുക്ക് സ്ഥലം വിട്ടു തന്നതല്ല, അനുമതി തന്നില്ല. ഉദ്ഘാടനം ചെയ്യാനായിട്ട് അനുമതി തന്നില്ല. കുറച്ച് നേരത്തെ വേണ്ടേ? നേരത്തെ പണി പൂർത്തിയായി വരുന്നുള്ള കുറച്ച് പണി തീരാനുള്ളായിരുന്നു. റോഷി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഓക്കെ. അപ്പൊ ചേട്ടാ ഉഷാറായ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇത് കണ്ടോ, ഈ ആറ്റില് വോളിബോൾ കോർട്ട്, ചെക്ക് ഡാം, അതുപോലെ ബസ് സ്റ്റാൻഡ്, ഇപ്പൊ ഇറിഗേഷൻ വകുപ്പിന്റെ കോടികള് ചുമ്മാ ആറ്റിക്കണേ. ഡാം തുറക്കുമ്പോൾ ഇതെല്ലാം ഒടിച്ചു പോകും. ഇതാ റോഷിയുടെ വികസനം.